സംബന്ധിച്ച് വളരെയധികം ബേസിക് ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഒരു തിങ്ങാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന്. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്ലിനിക് ആയിട്ടുള്ള CP അറിയില്ല പറഞ്ഞോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലിനിക് ആയിട്ടുള്ള ICCP ഈ ഒരു സെഷൻ ഓർഗനൈസ് ചെയ്യുന്നത് 10 എക്സ്പേർട്സിന്റെ ഡിസ്റ്റൻസോട് കൂടിയാണ്. അതുപോലെ തന്നെ 10 എക്സ്പേർട്സിന്റെ അണ്ടറിൽ നമുക്ക് 10 സെഷൻസ് ആണ് വരുന്നത്. ഫ്രം ടുഡേ ടു August 31 വരെയാണ് നമ്മൾ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐ വിഷ് ഓൾ യു ഗൈസ്, കാരണം നിങ്ങൾ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. സോ നമുക്ക് ഇവിടെ പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഈ ഒരു വെബിനാർ ഫോർ ദ ഫസ്റ്റ് ടൈം കണ്ടക്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ICCP സംബന്ധിച്ച് ഒരു വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയാണ് ഇങ്ങനെയൊരു വെബിനാർ സീരീസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഇത്രയും തന്നെ ഒരു പ്രാവശ്യം നമ്മളുടെ ICCP അതുപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ക്ലിനിക് ഫോർ ദ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് 2012 അന്ന് തുടങ്ങിയത് മുതൽ നമ്മൾ ക്ലിനിക്കിൽ ഉള്ള സർവീസസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേൺഷിപ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രസന്റേഷൻസ്, വെബിനാർസ്, സെമിനാർസ്, അതുപോലെ തന്നെ പേപ്പർ കോച്ചിങ്, ഇന്റേൺഷിപ്പ്, കൗൺസിലിംഗ്, അതുപോലെ കൺസൾട്ടേഷൻസ് വരുന്നുണ്ട്, സൈക്കോതെറാപ്പീസ്. അതുപോലെ തന്നെ നമ്മളുടെ ക്ലിനിക്കിന്റെ മറ്റൊരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസസ് അറ്റ് ഹോം നീഡഡ് ആയിട്ടുള്ള ആളുകൾക്ക് നീഡഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മളുടെ സൈക്കോളജിസ്റ്റുമാരെ നേരിട്ട് ചെന്ന് അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു 2012 നിന്നും ഉള്ളൊരു ജേർണി ഇപ്പൊ ഇന്ന് 2024 വന്നെത്തി നിൽക്കുവാണ്. ആൻഡ് ഇറ്റ്സ് ബൈ ദ ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ആൻഡ് താങ്ക്സ്. സോ പിന്നെ നമ്മൾ ICCP ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി ലിവിംഗ് ക്യാമ്പുകളും കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പലതരത്തിലുള്ള ബ്രോഷേഴ്സും കാര്യങ്ങളും കാണുന്നുണ്ടാകും. ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള ക്യാമ്പ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് നിങ്ങൾക്കും ഇതുപോലെ പങ്കെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളുടെ ICCP എന്ന് പറയുന്ന ഈ ഒരു ക്ലിനിക്ക് പ്ലേസ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ റൂട്ടിലുള്ള അരിപ്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് 2 കാര്യങ്ങളാണ്. ഓക്കെ, ഇനാഗുറേഷൻ ആൻഡ് എന്താണ് നമ്മളുടെ ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ. അപ്പൊ നമുക്ക് നമ്മളുടെ ഇനാഗുറേഷന് വേണ്ടിയിട്ട് സോ ലക്കിലി നമുക്ക് രജിത് സർ ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് രജിത് സാറിനെ വെൽക്കം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സാറിന്റെ ഒരു ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ സാറിന്റെ UG ആൻഡ് PG ഇൻ സൈക്കോളജി ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ് കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം PhD ക്വാളിഫൈഡ് ആയിട്ടുണ്ട് ഇൻ ക്രിമിനൽ സൈക്കോളജി ഫീൽഡിലാണ്. ഓക്കെ, പിന്നീട് അദ്ദേഹം അതിനുശേഷം നമ്മുടെ ഫീൽഡിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഒരു ഡി അഡിക്ഷൻ സെന്റർ റൺ ചെയ്യുകയും അതുപോലെ തന്നെ കേരള പോലീസ് അക്കാഡമിയിൽ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ 12 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് അദ്ദേഹം വരുന്നത്. അങ്ങനെ എന്താണ് ഇപ്പോൾ കറന്റ്ലി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ഫാക്കൽറ്റി ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളുടെ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് I would like to welcome sir. So sir, please. ഓക്കെ, ഓഡിയബിൾ ആണല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ? Yes, yes. അപ്പം ആദ്യമായിട്ട് ഇതിന്റെ സ്വാഗത പ്രഭാഷക പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലുള്ള സൈക്കോളജിയുടെ ഒരു കാൽവെപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം ഈ അർത്ഥത്തിൽ പലപ്പോഴും നമ്മൾ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് മറ്റ് പല മേഖലകളിലും വെബിനാർ സീരീസുകളും സെമിനാറുകളും ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ടെങ്കിലും ഒരു പ്യൂർലി ഒരു ഫിസിയോളജിക്കൽ ബേസിസിൽ നിന്നുകൊണ്ട് ഒരു ന്യൂറോളജിക്കൽ ബേസിസിൽ നിന്നുകൊണ്ടുള്ള ഒരു വെബിനാർ, അത് കേരളത്തെ സംബന്ധിച്ച് അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഏതായിരുന്നാലും ഈ അർത്ഥത്തിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ള ICCPയുടെ ഭാരവാഹികൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന സുഹൃത്തിനും ആദ്യമേ തന്നെ നന്ദി ഈ ആശംസകളും അറിയിക്കുകയാണ്.
നമുക്കറിയാം നമ്മുടെ പെരുമാറ്റ രീതികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലെ, മൈൻഡിനെ പറ്റിയുള്ള അന്വേഷണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആരംഭിച്ചതാണ് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ശരീരത്തിൽ നിന്ന് വേർപെട്ടുകൊണ്ടൊരു മനസ്സ് എന്നുള്ളതിനെ വായിച്ചെടുക്കുക വളരെ പ്രയാസകരമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു മോഡേൺ സയൻസ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഇപ്പോ ഫിസിയോളജിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വളരെ ആഴത്തിൽ അന്വേഷിക്കുന്ന ഒരു മേഖലയാണ് ഫിസിയോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്. ഇപ്പോൾ ഫിസിയോളജിയുടെ മുന്നോട്ടുള്ള പോക്കിന് ഒരു പരിധി കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാഗ്നേഷൻ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പിന്നീട് സൈക്കോളജിയുടെ സഹായം ഇല്ലാതെ ഫിസിയോളജിക്ക് ചലിക്കുക സാധ്യം അല്ല. പ്രധാനമായും കോൺഷ്യസ്നെസ് പോലെയുള്ള തലത്തിലേക്കൊക്കെ ഫിസിയോളജി കാലെടുത്ത് വെക്കുന്ന സമയത്ത് they have to depend upon the psychological theoretical processes. നേരെ തിരിച്ചും സൈക്കോളജി ഇതേപോലെ തന്നെ നമ്മളുടെ ശാരീരികമായ ന്യൂറോ കെമിക്കലുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളിലേക്ക് ബിഹേവിയറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമയത്ത് സൈക്കോളജി ഒരു ഘട്ടം കഴിയുമ്പോൾ അതിൻ്റെ ചലനം നഷ്ടപ്പെടുന്ന, എന്നാൽ ഫിസിയോളജിയുടെയോ ന്യൂറോളജിയുടെയോ സഹായം ഇല്ലാതെ ബിഹേവിയറിനെ, പെരുമാറ്റത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒരു ഘട്ടം നമ്മളിലും വന്നു ചേരുന്നു. അതുകൊണ്ട് ആശയലോകത്ത്, വ്യത്യസ്ത വിഷയങ്ങളുടെ ലോകത്ത് ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾ, അല്ല, ഒരു ബാർട്ടർ സിസ്റ്റം ആശയരംഗത്തും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ഒരു ന്യൂറോ കെമിസ്ട്രിയെ സംബന്ധിച്ചുള്ള, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും പഠനവും പ്രാധാന്യം അർപ്പിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം പലതരത്തിലുള്ള നമ്മളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട, നമ്മളുടെ പെരുമാറ്റം മാത്രമല്ല, നമ്മളുടെ ഇന്റേണൽ ബോഡി ഫങ്ഷൻ പോലും, ഹാർട്ട് റേറ്റ് ആയാലും അതേപോലെ തന്നെ നമ്മളുടെ ബ്രീത്തിങ്, ശ്വാസപ്രക്രിയകളായാലും നമ്മളുടെ ഉറക്കം ആയാലും വൈകാരിക തലങ്ങളാണെങ്കിലും അതേപോലെ തന്നെ നമ്മളുടെ മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് എന്നുള്ള ഒരു വസ്തുത നമുക്കൊക്കെ അറിയാം. അത് പലതരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും നമ്മളുടെ ശരീരത്തിനകത്ത് ഉള്ളതായിട്ടും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്, അല്ലെ. ചില ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ്, അല്ലെ. നമ്മൾ എക്സൈറ്റേറ്ററി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ. എന്നാൽ അതേ സമയത്ത് ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ ചില പ്രവർത്തനങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യുന്ന, പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന, അതുകൊണ്ട് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന, മറ്റൊന്ന് നമ്മളുടെ ബാലൻസിങ് നിലനിർത്തുന്ന മോഡുലേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന, ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ കണ്ടെത്താൻ കഴിയും. പല പേരുകൾ, 100ഓളം വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ ഇന്ന് ലോകം കണ്ടെത്തി കഴിഞ്ഞു, ഇനിയും കണ്ടെത്താൻ ഇരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതങ്ങനെ ഇനിയും കണ്ടെത്താൻ ഇരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഹ്യൂമൻ ബ്രെയിനുമായി ബന്ധപ്പെട്ട് നിലവിലെ കണ്ടെത്തലുകൾ മുഴുവൻ എടുത്താൽ തലച്ചോറുമായി ബന്ധപ്പെട്ട 10% പഠനം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. എന്ന് പറഞ്ഞാൽ 90% ഇൻഫർമേഷൻ ഇനിയും ഡിസ്കവർ ചെയ്യപ്പെടേണ്ടതുണ്ട്, കണ്ടെത്തപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചർച്ചകൾ മുഴുവൻ, ലോകത്ത് നടക്കുന്ന നമ്മളുടെ ബ്രെയിൻ ഫംഗ്ഷനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുഴുവൻ അപര്യാപ്തം ആണ്, അല്ലെങ്കിൽ പരിമിതമായ അറിവിൽ നിന്നാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു വസ്തുതയിലേക്ക് ഇത്തരം കാര്യങ്ങൾ വെളിച്ചം വീശുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇങ്ങനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശാരീരികമാണ് മനുഷ്യന്റെ മാനസിക പ്രവർത്തനം എന്നുള്ള, അല്ലെങ്കിൽ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത് ഇത്തരത്തിലുള്ള ന്യൂറൽ കപ്പാസിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് എന്ന് നമ്മൾ
ഒരുപക്ഷെ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് വസ്തുതകൾ നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്, അന്വേഷിക്കേണ്ടതുണ്ട്. ഞാനത് പറയുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ മൊത്തം ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പിനെ തന്നെ സഹായിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടിയാണ് എന്നുള്ളതാണ്. നമ്മളുടെ ഫുഡ് ഇൻടേക്കുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഉദാഹരണമായി നമ്മളുടെ ഡോപ്പമൈൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾ അത് എന്താ അമിനോ ആസിഡുമായി ബന്ധപ്പെട്ട് അമിനോ ആസിഡിന്റെ ഉൽപാദനം ആണ് ഡോപ്പമൈനിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ആ ആസിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളുടെ പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണക്രമങ്ങളാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ഫുഡിന്റെ ഫലം ആണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ന്യൂറോ കെമിസ്ട്രി പോലും നമ്മളുടെ ശാരീരികമായ പ്രവർത്തനത്തെ പോലും നിയന്ത്രിക്കുന്നത് നമ്മളുടെ ഭക്ഷണക്രമവും ഭക്ഷണ രീതികളും, എത്രത്തോളം പോഷക സമൃദ്ധമാണ് നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അതിനെ സ്വാധീനിക്കുന്നു. അങ്ങനെ ഭക്ഷണ രീതി നമ്മളെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരർത്ഥത്തിലേക്ക് പോയാൽ കൾച്ചറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഭക്ഷണ രീതിയും എത്രത്തോളം ഭക്ഷണം ലഭ്യമാവുന്നു എന്നുള്ളതും ഒക്കെ നമ്മളുടെ കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഇതിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് ഈ ന്യൂറോ കെമിസ്ട്രിയെ പോലും നിർണ്ണയിക്കുന്നത് മറ്റൊരർത്ഥത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും സാംസ്കാരിക തലങ്ങളും ഉണ്ട് എന്നുള്ളൊരു വസ്തുതയിലേക്ക് നമ്മൾ എത്തിച്ചേരും, അല്ലെങ്കിൽ ചേരേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ശാരീരിക ഘടനയ്ക്ക് മാത്രമായി ഒന്നും സൃഷ്ടിക്കാൻ സാധ്യമല്ല എന്നുള്ളതും അതിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന സാംസ്കാരിക തലം അതിനൊരു പ്രധാന ഘടകം ആണ് എന്നുള്ളതും, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കൾച്ചറൽ ആസ്പെക്റ്റിന് കൂടി ഇത്തരം അന്വേഷണങ്ങൾ ഊന്നൽ നൽകേണ്ടതുണ്ട്. അങ്ങനെ ഊന്നൽ നൽകിയതിന്റെ ഫലം ആണ് ഇന്ന് ന്യൂറോ കെമിസ്ട്രിയെ പറ്റി പഠിക്കുന്ന മറ്റൊരു പുതിയ മേഖലകൾ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൾച്ചറൽ ആസ്പെക്റ്റിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൾച്ചറൽ ന്യൂറോ സൈക്കോളജി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൾച്ചറുമായി ബന്ധപ്പെട്ട് എടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകളെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു മേഖല കൂടി രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൾച്ചറൽ ന്യൂറോ സയൻസ് എന്ന് പറയുന്ന ഒരു മേഖല നമുക്ക് പുതിയതായി ഈ അടുത്ത ആധുനിക ഘട്ടങ്ങളിൽ രൂപാന്തരപ്പെട്ടു വന്നിട്ടുള്ള ഒന്നാണ് എന്നാണ്. അതുകൊണ്ട് ഒരാളുടെ ജീവിത രീതി പോലും അയാളുടെ ന്യൂറോ കെമിസ്ട്രിയെ, ന്യൂറോ കെമിക്കൽ കോമ്പൗണ്ടിനെ ബാധിക്കുന്നു എന്ന് പറയുന്ന അത്തരത്തിലുള്ള ക്രോസ് കൾച്ചറൽ സ്റ്റഡീസ് ഇന്ന് ഞാൻ പറയുന്ന കൾച്ചറൽ ന്യൂറോ സയൻസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായി ലണ്ടനിൽ നടന്നിട്ടുള്ള ഒരു പഠനം വ്യക്തമാക്കുന്നത്, അവർ നടത്തിയിട്ടുള്ള പഠനം ടാക്സി ഡ്രൈവേഴ്സിലാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ബിഹേവിയർ എത്രത്തോളം, അല്ലെങ്കിൽ ജീവിത ശൈലി എത്രത്തോളം ന്യൂറോ കെമിസ്ട്രിയെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ റിവീൽ ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ടാക്സി ഡ്രൈവേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അവർ ഒരുപാട് റൂട്ടുകൾ ഇങ്ങനെ ദിവസവും കണ്ടെത്തുന്ന ആളുകളാണ്, വഴികൾ കണ്ടെത്തുന്ന, പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തിക്കുന്ന, ഇങ്ങനെ റൂട്ട് കണ്ടെത്തുന്ന അത്തരം ടാക്സി ഡ്രൈവേഴ്സിന് ഇടയിൽ ഗ്രേ മാറ്റേഴ്സിന്റെ പ്രൊഡക്ഷൻ കൂടുന്നു എന്നുള്ളതാണ് പഠനം. നോക്കണം, നമ്മൾ ഈ പറയുന്ന ന്യൂറോ കെമിസ്ട്രി പോലും മറ്റൊരർത്ഥത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ള, അപ്പൊ ആ ഗ്രേ മാറ്ററിന്റെ പ്രൊഡക്ഷൻ അവരിൽ കൂടുതലാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തുന്നു. അതേപോലെ പലതരത്തിലുള്ള ഷെയ്പ്പുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ നടക്കുന്ന ബ്രെയിൻ ഫങ്ഷൻ മറ്റൊരു തരത്തിലാണ് എന്നുള്ള പഠനങ്ങൾ നടക്കുന്നു. അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാനൊരു പുതിയ ഒരു തോട്ട് കൂടി നിങ്ങളിലേക്ക് വെക്കാനാണ് ഞാനിത് സൂചിപ്പിച്ചത്. ന്യൂറോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മളുടെ എൻവയോൺമെന്റ് എന്ന് പറയുന്ന, കൾച്ചർ എന്ന് പറയുന്ന. അതുകൊണ്ട് ഇതൊക്കെ കൂടി പിണഞ്ഞു കിടക്കുന്ന, അത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയായി നമ്മളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട പഠനം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട്
നമ്മളുടെ അന്വേഷണത്തിന്റെ വ്യാപ്തി നിസ്സാരമല്ല. ഇനിയും പുതിയ മേഖലകൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട്. അതിനുള്ള ആക്കം കൂട്ടലാവട്ടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെബിനാറുകളും സെമിനാറുകളും ഒക്കെ തന്നെ അതിനുള്ള ആക്കം കൂട്ടലാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ട് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഹാർദവമായി ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഒരു വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Hello, am I audible? Hello? Yes, ma'am. Okay. So thank you so much, sir, for spending your valuable time with us. അപ്പോൾ നമ്മളുടെ ഇനാഗുറൽ സെഷൻ ഒഫീഷ്യലി കഴിഞ്ഞതായി അറിയിക്കുന്നു. ഇനി നമുക്ക് നമ്മളുടെ കോർ സെഷനിലേക്കാണ് കടക്കാനുള്ളത്. ഇൻട്രോഡക്ടറി സെഷൻ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ബിഫോർ ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം നൂറ ഹംസ. നമ്മളുടെ ICCP ക്ലിനിക്, ഇന്റഗ്രേറ്റഡ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് സൈക്കോ തെറാപ്പി ക്ലിനിക്കിലെ വൺ ഓഫ് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോൾ നമ്മളുടെ കോർ സെഷൻ ആണ് ഇനി സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. നമ്മളുടെ കോർ സെഷൻ വിൽ ബി ഹാൻഡിൽഡ് ബൈ സുബ്രത് സർ, നമ്മളുടെ ICCP ക്ലിനിക്കിലെ ചീഫ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ നമ്മളുടെ CMS കോളേജ് ഓഫ് സയൻസ് ആൻഡ് കൊമേഴ്സിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ ഹെഡുമായിട്ടുള്ള സാറാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇഗ്നോയുടെ അക്കാഡമിക് കൗൺസിലർ പ്ലസ് മാസ്റ്റർ ട്രെയിനർ അറ്റ് ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ പ്രോജക്റ്റ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ PG ഇൻ സൈക്കോളജി ഈസ് ഫ്രം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ ഹി ഹാസ് ക്വാളിഫൈഡ് NET JRF ആൻഡ് എ PhD ഹോൾഡർ ഫ്രം MG യൂണിവേഴ്സിറ്റി. Okay, and other diplomas under. So I would like to welcome Subrat sir to handle this session. Sir, please. Sir, are you there? Hello. ഞാൻ ഓഡിബിൾ ആണല്ലോ അല്ലേ? Yes. Okay, sir, sir, please proceed. Yes. First of all, good evening all. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന 100ഓളം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ, എനിക്ക് പരിചയമുള്ള പല മുഖങ്ങളും എനിക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പരിചയമില്ലാത്ത ആളുകളും ഇതിലുണ്ട്. എന്നെ അറിയുന്ന ആളുകൾ ഇതിലുണ്ടാവാം, ഞാൻ അറിയുന്ന കുറച്ച് ആളുകൾ ഇതിലുണ്ട്. എന്തായാലും വെബിനാർ സീരീസ് ഓൺ ന്യൂറോ ട്രാൻസ്മിറ്റർ, എൻ്റെ അറിവിൽ ഇത്രയും ഒരു 10ഓളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ഏരിയ, ഫിസിയോളജിയോ അല്ലെങ്കിൽ മറ്റ് ന്യൂറൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കാട്ടുള്ള അപ്പുറത്തേക്ക് സൈക്കോളജിക്കൽ ഏരിയാസ് വളരെ ഒരു എന്താ പറയുക, ഒരു പെരിഫറൽ ലെവലിൽ മാത്രം ഒരു ഇൻട്രൊഡ്യൂസിങ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് നോക്കുന്നത്. അതായത് എങ്ങനെയാണ് ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററും നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് മനസ്സിലാക്കേണ്ടത്, എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യകത, ന്യൂറോ ട്രാൻസ്മിറ്ററുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം മേഖലകളിലൂടെയാണ് ഒരു സൈക്കോളജി വിദ്യാർത്ഥി, ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി, അതല്ലെങ്കിൽ ഒരു സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി, ഇത് റിലേറ്റ് ചെയ്തുകൊണ്ട് പല പഠനങ്ങളും വായിക്കുകയും പഠിക്കാൻ ആഗ്രഹിക്കുകയും തുടർ പഠനത്തിന് ഈ മേഖലകളിൽ ഏതെങ്കിലും ഒന്നൊക്കെ തിരഞ്ഞെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്റ്റുഡൻസ് ആവാം. അതുപോലെ തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസ് ആവാം. അതുമല്ലെങ്കിൽ ഈ മേഖലയോട് താല്പര്യമുള്ള സാധാരണ മറ്റു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാവാം. ഏവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയും ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ICCP ഈ ഒരു വെബിനാർ സീരീസ് കണ്ടക്ട് ചെയ്തതിന്റെ, ഓർഗനൈസ് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ICCP എന്ന് പറയുന്ന ഞങ്ങളുടെ സൈക്കോളജി സെന്ററിനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയും വേണമെന്നും കൂടെ ഞങ്ങൾ ഇതുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും നൂറ മാഡം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിന് എത്തിച്ചേർന്ന മുഴുവൻ
കുട്ടികൾ ഉണ്ടാവാം, മീൻസ് സ്റ്റുഡൻസ് ഉണ്ട്, അതുപോലെ മറ്റ് പ്രൊഫഷണൽ, അതല്ലെങ്കിൽ മറ്റു ജോലികൾ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ നമ്മൾക്ക് ഒരു ഇനോഗ്രൽ അഡ്രസ്സ് തന്നുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിലേക്ക് കൃത്യമായി ഒരു എന്താ പറയുക, ഒരു ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത് പോലെ വളരെ ഒരു വെയ്ഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ഒരു ചിന്തയിലേക്ക് ഈ ഒരു കാര്യങ്ങളായിരിക്കും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് വരുന്ന 11 സെഷൻസ് എന്റെ സെഷന് കൂടെ തന്നെ there are 10 സെഷൻസ് മോർ. 10 സെഷൻസിൽ നമ്മൾ പരിചയപ്പെടുന്ന 10 ന്യൂറോ ട്രാൻസ്മിറ്ററും എങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ പ്രസന്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ എന്നെ കേൾക്കുന്ന എല്ലാവരിലും ഉണ്ടാക്കാൻ എൻ്റെ സഹോദര സ്ഥാനീയനും അതുപോലെ തന്നെ സൊസൈറ്റി ഓഫ് സൈക്കോളജിസ്റ്റ് ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്ന ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ സംഘടനയുടെ പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള രജത്തേട്ടൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും രജത്തേട്ടനും 1000 നന്ദി അർപ്പിക്കുകയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ സെഷനിലേക്ക് ഒന്ന് കടക്കുകയാണ്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ആർക്കെങ്കിലും ഓഡിബിൾ അല്ല എങ്കിൽ ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് ഓക്കെ ഒന്ന് പറയുക, എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, സാർ നിങ്ങൾ ഓഡിബിൾ അല്ല എന്നുള്ളതൊന്ന് പറയാം, അല്ലെങ്കിൽ സുഹൃത്ത് നിങ്ങൾ ഓഡിബിൾ അല്ല നിങ്ങളൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും, എന്താണ് പ്രശ്നം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ കുറച്ചൊരു റെയിനിയാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവിടെ ഈ ഒരു റേഞ്ച് ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പൊ നിങ്ങളുടെ ഒരു കോപ്പറേഷൻ, നിങ്ങളുടെ ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം എന്തിനാണ് ഇന്റന്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഈ ഒരു വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊരു ആസ്വാദ്യകരമാവൂ എന്ന് ഒരു ഇൻട്രൊഡക്ടറി ആയി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെഷനിലേക്ക് കടക്കുകയാണ്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. ഓക്കെ, (2009) മുതൽ കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പ്ലീസ് റെസ്പോണ്ട്. Yes, sir. യെസ്, ഓക്കെ. 2009 മുതൽ സൈക്കോളജി മേഖലയിലേക്ക് പ്രവേശിച്ച ഒരാളാണ്. ഏകദേശം 14ഓളം വർഷങ്ങളായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ICCP എന്ന് പറയുന്ന ഒരു സൈക്കോളജി സെന്റർ 12ഓളം വർഷമായി റൺ ചെയ്യുന്നു. അതേസമയം ഒരു 9+ ഇയേഴ്സിൽ സൈക്കോളജി പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. ഈ നിലയിലെല്ലാം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത്, ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത്, പലതരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ ഡെലിവർ ചെയ്യുന്ന സമയത്ത്, സെയിം ടൈം കൺസൾട്ടേഷന്റെ സമയത്ത് എല്ലാം പല ആളുകളും എന്നോട് സംസാരിക്കുന്നതും അതല്ലെങ്കിൽ കേട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്തുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് ഇപ്പോഴും നമ്മൾക്കിടയിൽ മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട്, മാനസിക രോഗവുമായി ബന്ധപ്പെട്ട്, മനഃശാസ്ത്ര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് 1000 തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ തെറ്റിദ്ധാരണ ചിലപ്പോൾ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഒരാൾക്ക് മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ വരുന്നത് മറ്റെന്തെങ്കിലും ക്ഷുദ്രം ചെയ്യുന്നത് കൊണ്ടാവോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്പിരിറ്റ് അല്ലെ, ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു ചെകുത്താൻ അല്ലെങ്കിൽ അതുപോലെ ഈവിൽ സ്പിരിറ്റിന്റെ ഒരു പ്രസൻസ് കൊണ്ടാവാം എന്ന് നമ്മൾ പലരും ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾ മാറാൻ കല്യാണം കഴിപ്പിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. നമ്മൾ പല ഭാഗത്തു നിന്നും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ട ഒരു കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മാനസിക അസുഖങ്ങൾക്ക് ചികിത്സിക്കുന്ന സമയത്ത് മയക്കി കിടത്തുകയാണ് ചെയ്യുന്നത്, അല്ലെ? മയക്കി കിടത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ആക്ച്വലി ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ ഒരു ശാസ്ത്രീയമായ ചില കാര്യങ്ങളുണ്ട്. എങ്ങനെ ഒരാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, എങ്ങനെ ഒരാളിൽ മാനസിക രോഗങ്ങൾ ഉണ്ടാവുന്നു, എങ്ങനെ ഒരാളിൽ പലതരത്തിലുള്ള ഡീവിയൻ ബിഹേവിയർ ഉണ്ടാവുന്നു,
ചില സ്വഭാവ വ്യതിയാനങ്ങൾ, പേഴ്സണാലിറ്റിയിൽ ചില മാറ്റങ്ങൾ, പെരുമാറ്റത്തിലും ആറ്റിറ്റ്യൂഡിലും ഇമോഷൻസിലും എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വൾണറബിലിറ്റി എങ്ങനെ പുറത്തേക്ക് വരുന്നു, ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് WHO മാനസിക ആരോഗ്യത്തിന്, മെന്റൽ ഹെൽത്തിന് പ്രത്യേകം ഊന്നൽ നൽകിക്കൊണ്ട് പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ, പലതരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ, പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ, പലതരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ എല്ലാം നടത്തിക്കൊണ്ട് ഒരു ടോട്ടൽ കമ്മ്യൂണിറ്റീനെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും ഡെവലപ്പ് ചെയ്യാനും ഒക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ സമയത്ത് തന്നെ ഇതുപോലെയുള്ള ശാസ്ത്രീയമായ ചില കാര്യങ്ങളിലേക്ക് കൂടെ ഒരു സാധാരണ ജനങ്ങളിൽ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മാനസികാരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നിലയ്ക്കാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നുള്ള ഈ ഒരു മേഖലയിൽ ഒരു വെബിനാർ, അതും തികച്ചും ഒരു എന്താ പറയുക, ഒരു ഫ്രീ വെബിനാർ, ഒരു ഇൻട്രൊഡക്ടറി ലെവലിൽ എല്ലാവർക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വായിക്കണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, എല്ലാവരിലും ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടത്താൻ വേണ്ടിയിട്ട്, എല്ലാവരിലും ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നുകൂടെ പഠിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എൻ്റെ സമൂഹത്തിനോട് പറയേണ്ടതായിട്ടുണ്ട്, മിനിമം ഞാൻ ഒരു 100 പേരോടെങ്കിലും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഈ ഒരു എന്താ പറയുക, ആക്ച്വലി ഒരു സോഷ്യൽ അവയർനെസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ICCP ഇതുപോലെ ഒരു വെബിനാർ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. എന്തായാലും എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കലിനെ കുറിച്ച് പഠിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇന്നത്തെ സെഷന് ബാക്കിയുള്ള സെഷൻസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു 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 പെക്യുലാരിറ്റി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെഷന്റെ അവസാനം ദർ ഇസ് നോ Q&A സെഷൻ. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിങ്ങിനുള്ള ഒരു സെഷൻ ഇല്ല. ഇന്നത്തെ ഈ ഒരു സെഷന് ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു സെഷൻ ഇല്ല. മറിച്ച് ഈ സെഷന് ശേഷം നിങ്ങളിൽ ചില ഡൗട്ടുകൾ ഉണ്ടാവാൻ പോവുകയാണ്, നിങ്ങൾ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ പോവുകയാണ്, നിങ്ങളിൽ ചില കൃത്യമായ ചോദ്യങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ്, നിങ്ങളിൽ ചില കൃത്യമായ മേഖലയിൽ ചില കൺഫ്യൂഷൻസ്. ആ കൺഫ്യൂഷൻസ് എങ്ങനെ നിങ്ങൾ തീർക്കുന്നു, എങ്ങനെ നിങ്ങൾ തീർക്കാനുള്ള, അതൊക്കെയാണ് ഇനി വരുന്ന 10 സെഷൻസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. സോ നിങ്ങൾ വളരെ സിമ്പിളാണ്. ഈ സെഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുക, കാണുക, മനസ്സിലാക്കുക. ഓരോ സെഷനും ചെയ്തതിന് ശേഷം, അറ്റൻഡ് ചെയ്തതിന് ശേഷം കൃത്യമായ വായന കൂടെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയാം. ഇതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സൂം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? സൂം ആയിട്ടുള്ള വെർഷൻ ആണോ നിങ്ങൾക്ക് കാണുന്നത്, അത് എനിക്ക് മാത്രമാണോ? കാണുന്നുണ്ട്. സൂം വെർഷൻ ആണ് അല്ലെ? ഓക്കെ. അപ്പോൾ സൂം ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണുന്ന ഈ ഒരു സെൽ, ഒരു പിക്ചർ ഉണ്ട് അല്ലെ? ഈ പിക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് ന്യൂറോണിന്റെ പിക്ചറാണ്, നാഡീകോശത്തിന്റെ പിക്ചറാണ്. നാഡീകോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ, നാഡീവ്യവസ്ഥയുടെ ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബേസിക് യൂണിറ്റ് ആണ്. ഈ നാഡീവ്യവസ്ഥ, നാഡീകോശം നമ്മുടെ ശരീരത്തിൽ ആകമാനം എല്ലായിടത്തും ഉണ്ട്. നമ്മൾക്കറിയാം, ചിലത് അഫറന്റ് ന്യൂറോൺസ് എന്ന് പറയും അല്ലെ, സെൻസറി ന്യൂറോൺ എന്ന് പറയും, ചിലത് ഇന്റർ ന്യൂറോൺ അല്ലെങ്കിൽ കണക്ടർ ന്യൂറോൺ എന്ന് പറയും, ചിലത് മോട്ടോർ ന്യൂറോൺ അല്ലെങ്കിൽ ഇഫറന്റ് ന്യൂറോൺ എന്ന് പറയും. ഇത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ള കാണപ്പെടുന്ന ഒരു സെല്ലുകളാണ്, നമുക്കൊക്കെ അറിയാവുന്നത് അല്ലെ? അപ്പോ നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയും അറിയുകയും സ്മെല്ല് ചെയ്യുകയും ടച്ച് വരികയും എല്ലാം, നമ്മുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് എങ്ങനെ എന്നൊരു ചോദ്യത്തിന് നമ്മൾക്ക് കൃത്യമായ ഉത്തരം നമ്മൾക്കറിയാം അല്ലെ? എങ്ങനെയാണ് അറിയുന്നത്? നമ്മളുടെ ന്യൂറോണുകൾ അല്ലെ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന്, സെൻസ് ഓർഗൻസിൽ നിന്ന് ന്യൂറോൺസ് എന്ത് ചെയ്യും? ഇമ്പൾസിനെ സ്വീകരിക്കും. നമ്മൾക്കറിയാം, ഓരോ പഞ്ചേന്ദ്രിയങ്ങളിലും ഓരോ സെൻസ് ഓർഗൻസിലും ഒരു സെൻസറി റിസപ്റ്റർ സെല്ലുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, കണ്ണുകളിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ, അവിടുത്തെ സെൻസറി റിസപ്റ്റർ സെൽ റെസ്പോൺസിബിൾ ഫോർ വിഷൻ എന്താണ് നമുക്കൊക്കെ അറിയാം, റോഡ്സ് ആൻഡ് കോൺസ് ആണ് അല്ലെ? ദെൻ നമ്മുടെ നാവിലേക്ക് വരികയാണെങ്കിൽ ടേസ്റ്റിന് റെസ്പോൺസിബിൾ ഫോർ ടേസ്റ്റ്
എന്താണ് സെൻസറി റിസപ്റ്റർ സെൽ, ടേസ്റ്റ് ബഡ്സ് ആണ്. ഇങ്ങനെ നമ്മൾക്കൊരു 5 സെൻസ് ഓർഗൻസിലായിട്ട് ഒരു 8ഓളം സെൻസറി റിസപ്റ്റർ സെല്ലുകളുണ്ട്. കാരണം നമ്മുടെ ലാർജസ്റ്റ് സെൻസ് ഓർഗൻ ആയിട്ടുള്ള സ്കിന്നിൽ ഏകദേശം ഒരു 4+ സെൻസറി റിസപ്റ്റർ സെല്ലുകളെ ഇപ്പൊ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ പ്രഷർ, അതേപോലെ തന്നെ പെയിൻ, അതേപോലെ ടച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾക്ക് ഇത്രയും ഈ സെൻസറി റിസപ്റ്റർ സെല്ലുകൾ പുറമേ നിന്ന് വരുന്ന ഫിസിക്കൽ എനർജി, അത് ചിലപ്പോൾ ലൈറ്റ് ആവാം, ചിലപ്പോൾ സൗണ്ട് വേവ് ആവാം, ചിലപ്പോൾ ഒരു പ്രഷർ ആവാം, എന്തും ആവാം, അതിനെ റിസീവ് ചെയ്ത് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കി മാറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇനി വരേണ്ടത്, നമ്മുടെ ശരീരത്തിന് ആകെ മനസ്സിലാവുന്ന ഒരൊറ്റ സിഗ്നലേ ഉള്ളൂ, അത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ്. ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗങ്ങളെ മാത്രമേ നമ്മുടെ ബോഡിക്ക് മനസ്സിലാവൂ, മീൻസ് ബ്രെയിനിന് മനസ്സിലാവുകയുള്ളൂ. അതല്ലാതെ മറ്റൊരു കാര്യത്തെയും മനസ്സിലാവുകയില്ല. അപ്പോൾ ഈ ബ്രെയിനിലേക്ക് ഈ സെൻസറി റിസപ്റ്റർ സെൽ ട്രാൻസ്ഡക്ട് ചെയ്ത് ഫിസിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആക്കിക്കൊണ്ട് ട്രാൻസ്ഡക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഇമ്പൾസുമായി നമ്മുടെ ന്യൂറോൺസ് എല്ലാ സമയവും 24, നമ്മൾ എന്താ പറയുക, ഉറങ്ങുന്ന സമയത്ത് മാത്രമേ കുറഞ്ഞ തോതിലെങ്കിലും ഇതൊന്ന് നിൽക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും ഇതെല്ലാം വളരെ ആക്റ്റീവാണ്. ഉറങ്ങുന്ന സമയത്താണെങ്കിലും കുറഞ്ഞ തോതിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഇമ്പൾസിനെല്ലാം ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നു, ബ്രെയിനിൽ വെച്ചിട്ട് അത് അനാലിസിസ് നടത്തുന്നു, അതിനുശേഷം അതിന്റെ റിസൾട്ടിനെ ബ്രെയിനിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്കും മസിൽസിലേക്കും ഗ്ലാൻസിലേക്കും ഒക്കെ എത്തിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മളുടെ ന്യൂറോൺസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂറോണിന്റെ ചിത്രം നമ്മൾ ഏകദേശം ഒരു 8ാം ക്ലാസ് മുതൽ നമുക്ക് പരിചയമുള്ളതാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുന്നു എന്ന് മാത്രം. എന്താണ് ന്യൂറോൺ എന്ന് പറയുന്ന സമയത്ത്, ന്യൂറോണിന്റെ ഘടന ഇപ്പം നമ്മൾ പറഞ്ഞു. ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും നമ്മൾ ചേർന്ന് കിടക്കുന്നുണ്ട് നമുക്കറിയാം. ആ ചേർന്ന് കിടക്കുന്ന സമയത്ത് ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും നമ്മൾ ടച്ച് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും തമ്മിൽ ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് ഇപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു ന്യൂറോണും മറ്റൊരു ന്യൂറോണും ചേർന്ന് കിടക്കുന്ന ഒരു ഭാഗം കാണാം. ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റും മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റുമാണ് ചേർന്ന് വരുന്നത്. ഇനി അതിനെ കുറച്ച് എൻലാർജ് ചെയ്തിട്ടുള്ള ഒരു പിക്ചറാണ് തൊട്ടടുത്ത് ബി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റിന്റെ ലാസ്റ്റ് നമ്മൾക്ക് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. സെയിം ടൈം മറ്റൊരു ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിന്റെ തുടക്കത്തില് അവിടെ ഒരു റിസപ്റ്റർ ഏരിയയുണ്ട്. നമുക്കതറിയാം അല്ലെ? അപ്പോൾ ഇത് രണ്ടിലും ഇവിടെയാണ് ആക്ച്വലി ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഈ ഒരു ഏരിയനെ പറയുന്ന പേര് സിനാപ്സ് എന്നാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഇമ്പൾസ് ഈ ഒരു ന്യൂറോണിന്റെ ആക്സോണൈറ്റിൽ എത്തി നിൽക്കുന്ന സമയത്ത് മറ്റൊരു ന്യൂറോണിലേക്ക് ജമ്പ് ചെയ്യണമെങ്കിൽ, മറ്റൊരു ന്യൂറോണിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു ഇന്റർ കണക്ഷൻ അല്ലെ, അത് തമ്മിലൊരു ബന്ധം വേണം. ഈ ബന്ധമില്ലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് അവിടെ ഡെവലപ്പ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു എൻഡോജീനസ് കെമിക്കൽ ആയിട്ടാണ് പറയുന്നത്. ആ സമയത്ത് നമ്മളെ ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ സമയത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കെമിക്കലാണ്. ഓക്കെ, അപ്പോൾ ഇത് സിനാപ്റ്റിക് നോബിലുള്ള സിനാപ്റ്റിക് വെസിക്കിളുകളെ ഈ ഒരു ഇമ്പൾസുകൾ ആക്ടിവേറ്റ് ചെയ്യുകയും സിനാപ്റ്റിക് വെസിക്കിളുകൾ ഒരു ജെൽ ലൈക്ക് സബ്സ്റ്റൻസ് സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ആ സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു പാർഷ്യൽ കണക്ടിവിറ്റി ഉണ്ടാവുകയും നമ്മുടെ ന്യൂറോണുകൾ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഇമ്പൾസുകൾ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവുകയും ചെയ്യും ആവേഗങ്ങൾ. ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ ഏകദേശം ഒരു 24 അവേഴ്സും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിൽ സിനാപ്സുകൾ വരികയും അതുപോലെ തന്നെ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉറപ്പായിട്ടും നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എല്ലാ ഒരു വൈറ്റൽ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത്, വൈറ്റൽ ഫങ്ഷൻസിനെയും റെഗുലേറ്റ് ചെയ്യുന്നത്, വൈറ്റൽ ഫങ്ഷൻസിനെയും എന്താ പറയുക, അത് എല്ലാ രീതിയിലും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അതൊരു പ്രീ സിനാപ്റ്റിക് ന്യൂറൽ സെൽസിൽ നിന്നാണ് അത് വരുന്നത്.
പോസ്റ്റ് സിനാപ്റ്റിക് റിസപ്റ്ററിലേക്ക് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ കെമിക്കൽ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ എന്തുകൊണ്ടാണ് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്? വലിയ ചോദ്യമാണ്. എന്തുകൊണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ? ഓക്കെ, ഇത് ബയോളജി അല്ലേ, ഇത് എങ്ങനെ നമ്മളുടെ ഇത് എന്താ പറയുക, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജി പഠിക്കുന്ന വിദ്യാർത്ഥി, ഒരു മനഃശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥി, ഒരു പെരുമാറ്റത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥി എന്തിന് ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് ഇത്ര ബോധവാനാവണം? കേൾക്കുന്ന ഏതൊരാൾക്കും ഉറപ്പായിട്ടും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. നമുക്ക് ആൻസർ പറയാൻ പറ്റുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ന്യൂറോ ട്രാൻസ്മിറ്റർ ഇല്ല എങ്കിൽ അവിടെ നമ്മുടെ ബോഡിയുടെ ഒരു ഫംഗ്ഷനും നടക്കില്ല. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പ്രസൻസ് കൊണ്ട് മാത്രമാണ് നമ്മുടെ ബോഡി ഫംഗ്ഷൻ ചെയ്തു പോകുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഇല്ല എന്ന് പറഞ്ഞാൽ, ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ അണ്ടർ പ്രൊഡക്ഷൻ ഓർ ഓവർ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും ആവശ്യത്തിൽ കൂടുതലും ആവശ്യത്തിൽ കുറവും നമ്മളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്, ഏതെല്ലാം തരത്തിലാണ് അത് കൂടുന്നത്, ഏതെല്ലാം തരത്തിലാണ് അത് കുറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് വരുന്ന സെഷൻസിൽ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു ചൂണ്ടുപലക, ഓക്കെ, ഒന്ന് പോയിന്റ് ചെയ്യുക എന്ന് മാത്രം. നെക്സ്റ്റ് സെഷൻസിലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ക്യൂരിയസ് ആവാൻ വേണ്ടി, അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം, നമ്മളുടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഒരു പ്രസൻസിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും, വൈറ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് എനിക്ക് തൊട്ട് മുന്നേ സംസാരിച്ച, ഇനോഗ്രൽ സ്പീച്ചിൽ സംസാരിച്ച ഡോക്ടർ രജത്ത് എനിക്ക് നിങ്ങളോട് പറയുകയുണ്ടായി. നമ്മുടെ ഹാർട്ട് ബീറ്റിന്റെ ഒരു റിതം മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഈവൻ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്നത്, ദെൻ മസിൽ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ ചിന്തകളാവാം, ഒരു വ്യക്തിയുടെ മെമ്മറി ആവാം, അല്ലെങ്കിൽ അയാളുടെ ലേണിംഗ് ആൻഡ് ഫീലിങ്സ്, ഇതിനെല്ലാത്തിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ ന്യൂറോ ട്രാൻസ്മിറ്ററിന് കീ റോളുകളാണുള്ളത്. അതേപോലെ തന്നെ ഒരു വ്യക്തിയിൽ ഒരു സ്ലീപ്പ് യൂസ് ചെയ്തും അയാളുടെ എന്താ പറയുക, ഒരു വീക്ക്നെസ് അല്ലെ, അയാളിലെ ഒരു വെക്ക്ഫുൾനെസ്, എണീക്കാനുള്ള ഒരു കാര്യം വരുന്നതും, അതേപോലെ തന്നെ ഏജിങ്, ഹീലിംഗ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ന്യൂറോ ട്രാൻസ്മിറ്ററിന് കൃത്യമായിട്ടുള്ള ഒരു റോളുകൾ ഉള്ളതായിട്ട് പല പഠനങ്ങളിലും എടുത്തു കാണിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ സ്ട്രെസ് റെസ്പോൺസ്, നമ്മളിൽ ഏറ്റവും കൂടുതലായിട്ട് WHO ഫോക്കസ് ചെയ്യുന്ന ഒരു വാക്ക് സ്ട്രെസ് ആണ്, മാനസിക സമ്മർദ്ദം. ഈ മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ടും ന്യൂറോ ട്രാൻസ്മിറ്ററിന് കീ റോളുകൾ ഉള്ളതായിട്ട് പല പഠനങ്ങളും കാണിക്കുന്നു. ദെൻ ഹോർമോൺ റെഗുലേഷൻ, ഡൈജഷൻ, സെൻസ് ഓഫ് ഹങ്കർ, തേഴ്സ്റ്റ്, ദെൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സെൻസസ്, നമ്മൾ എങ്ങനെയാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ മനസ്സിലാക്കുന്നത്, ഇതിനെല്ലാത്തിനും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്ന കെമിക്കൽ ഒരു എന്താ പറയുക, ഒരു ജെൽ ലൈക്ക് കെമിക്കൽ മെസ്സഞ്ചറിന്റെ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, എങ്ങനെയൊക്കെ ഇത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പറയാം. ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ബോഡിയിൽ പ്രധാനമായിട്ടും 3 രീതിയിലൊക്കെ പ്രവർത്തിക്കും. ഇന്ന് നമ്മൾക്ക് മനസ്സിലാവുന്നത് 3 രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഒന്ന്, ചില സമയത്ത് നമ്മുടെ ബോഡിയിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു എക്സൈറ്റേറ്ററി ആയിട്ട് പ്രവർത്തിക്കും. അതായത് ന്യൂറോൺസിനെ ഒന്ന് എക്സൈറ്റ് ചെയ്യും, ഒന്ന് സ്പീഡപ്പ് ചെയ്യും, പ്രവർത്തനങ്ങളെ ഒന്ന് സ്പീഡപ്പ് ചെയ്യാൻ പ്രവർത്തിക്കും. അതായത് നമ്മൾക്ക് സന്തോഷം വരാൻ, സന്തോഷം കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കും. ഓക്കെ, ദെൻ എല്ലാം ഒന്ന് എക്സൈറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് കൂട്ടാനൊക്കെ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഇൻഹിബിറ്റ് ചെയ്യാനും, ചിലത് കുറയ്ക്കാനും, ചിലപ്പോൾ പെയിന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ഓക്കെ, ചില കാര്യങ്ങൾ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, ചില കാര്യങ്ങൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നത് എക്സൈറ്റേറ്ററി ആണ്. ഓക്കെ, അപ്പൊ സാറ്റിസ്ഫാക്ഷൻ വേണം, നമുക്കൊരു ഇന്റേണൽ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ അത് എക്സൈറ്റേറ്ററി ആയിട്ടും, അതേസമയം ചില കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്യാനും, അതായത് പെയിന് പോലെ, സ്ട്രെസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാനും ഒരു ഇൻഹിബിറ്ററി ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. സെയിം ടൈം ഇതൊരു മോഡുലേറ്ററിയും കൂടെയാണ്.
അതായത് ഒരേ സമയം തന്നെ ഇത് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു റിസപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് ചിലപ്പോൾ ഇൻഹിബിറ്ററി ആയിട്ടും വരും, അല്ലെങ്കിൽ അതേ സമയം തന്നെ അത് എക്സൈറ്റേറ്ററി ആയിട്ടും വരും. അറ്റ് എ ടൈം പല തരത്തിലുള്ള ന്യൂറോൺസുമായിട്ട്, ഒരുപാട് ന്യൂറോൺസുമായിട്ട് ഒരു എന്താ പറയുക കണക്ഷൻ ഉണ്ടാക്കാനും അതിലൂടെ മെസ്സേജ് പാസ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ആക്ഷൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോഡുലേറ്ററി ആയിട്ടും ഇൻഹിബിറ്ററി ആയിട്ടും എക്സൈറ്റേറ്ററി ഒക്കെ ആയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓരോ രീതിയിലും ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഇമോഷൻസിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ഫീലിങ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ തിങ്കിങ്ങിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മളുടെ ടോട്ടൽ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു കൃത്യമായി ന്യൂറോ ട്രാൻസ്മിറ്ററിൽ വരുന്ന മാറ്റങ്ങൾ നമ്മളിൽ ഒരു ഉണ്ടാവുന്ന എല്ലാ മാറ്റങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രവർത്തിക്കുന്നത്. ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ വന്നു കഴിഞ്ഞു, അതിൻ്റെ ആക്ഷൻ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന് പിന്നെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്ക് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടായി. ആ ഒരു ആക്ഷന് ശേഷം, ഓക്കെ, ആ ഒരു ജോബിന് ശേഷം എന്ത് സംഭവിക്കും ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്? പ്രധാനമായിട്ടും 3 രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന് ഡീഗ്രേഡ് ചെയ്തു പോകും, അതല്ലെങ്കിൽ അത് ഡിഫ്യൂസ് ചെയ്തു പോകും, അതല്ലെങ്കിൽ അത് റീ അപ്ടേക്ക് ചെയ്യും, തിരിച്ചിങ്ങോട്ട് തന്നെ എടുക്കും. 3 രീതിയിലുള്ള ഇനാക്ടിവേഷൻ ആണ് ന്യൂറോ ട്രാൻസ്മിറ്ററിന് സാധാരണയായിട്ട് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്ററും മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് വായിക്കുന്ന സമയത്ത്, മനസ്സിലാക്കുന്ന സമയത്ത് ന്യൂറോ സയന്റിസ്റ്റ് അല്ലെ, സയന്റിസ്റ്റുമാർ, ന്യൂറോ സയന്റിസ്റ്റ്, അതേപോലെ സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി തുടങ്ങിയിട്ടുള്ള പുതിയ 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 മേഖലകളിലൂടെ നമ്മളുടെ സയൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിഹേവിയർ സയൻസും അതിൽ മുന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. ബ്രെയിൻ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടും ന്യൂറോ ട്രാൻസ്മിറ്ററിന് അഭേദ്യമായ ബന്ധമാണുള്ളതെന്ന് ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിനെയും മനസ്സിലാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ സയന്റിസ്റ്റുമാർ കൂടുതലായിട്ടും പഠിക്കുന്നത് പ്രീ സിനാപ്റ്റിക് നോബിലുള്ള സിനാപ്റ്റിക് വെസിക്കിളുകളെയാണ്. ഓരോ ടൈപ്പ് ഓഫ് വെസിക്കിളുകളിൽ നിന്നും അതിനോട് അനുബന്ധിക്കുന്ന രീതിയിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രൊഡ്യൂസ് ആവാനുള്ള, സെക്രീറ്റ് ആവാനുള്ള ചാൻസുകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പഠനം നിങ്ങൾക്ക് ആവശ്യമാണ്. തുടർന്ന് ഇരുന്ന് വായിക്കുക. ന്യൂറോ ട്രാൻസ്മിറ്ററിലേക്ക് പോകുന്ന സമയത്ത് രജതേട്ടൻ നിങ്ങളെ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 100ഓളം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇന്ന് നമ്മൾ ഐഡന്റിഫൈഡ് ആണ്. പക്ഷെ ഇനിയും ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ബോഡിയുടെ എല്ലാ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വൈറ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. പലപ്പോഴും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഒരു ഫിസിയോളജിക്കൽ ആസ്പെക്ട്സിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലെ തന്നെ ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും അയാളുടെ ഫീലിങ്സ് ആവാം, ബിഹേവിയേഴ്സ് ആവാം, ദെൻ ലെവൽ ഓഫ് ഹാപ്പിനെസ് ആവാം, ദെൻ പ്ലഷർ ആവാം, അല്ലെങ്കിൽ ഫിയർ പോലെയുള്ള ഇമോഷൻസ് ആവാം, ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിൽ നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഈ റോൾ ഉള്ളതാണ് നമ്മൾക്കറിയാം. ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയിൽ ഏത് സമയത്താണ് മെന്റൽ ഹെൽത്തിന് പ്രോബ്ലം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ എപ്പോഴാണ് ഒരാൾക്ക് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവുന്നെന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം അവിടെ എന്തുണ്ടായിരിക്കും? ദർ മസ്റ്റ് ബി എൻ ഇംബാലൻസ് ഇൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. ന്യൂറോ ട്രാൻസ്മിറ്ററിൽ ചെറിയ തോതിലെങ്കിലും ഇംബാലൻസ് വരുമ്പോഴാണ്, അത് ചിലപ്പോൾ അണ്ടർ പ്രൊഡക്ഷനും ആവാം, ഓവർ പ്രൊഡക്ഷനും ആവാം.
ആവശ്യത്തിൽ കൂടുതൽ അവിടെ ഉണ്ടാവുന്നതാവാം, ആവശ്യത്തിൽ കുറവ് അവിടെ ഉണ്ടാവുന്നതാവാം. എന്ത് തന്നെ വന്നാലും ഒരു മനുഷ്യന്റെ മെന്റൽ ഹെൽത്തിനെ അത് കൃത്യമായി അഫക്റ്റ് ചെയ്യും എന്നുള്ളത് റീസെന്റ് ആയിട്ടുള്ള പല പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു. എങ്ങനെയാണ് ഈ ഇംബാലൻസ് ഉണ്ടാവുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെയാണ് ഒരാളില് ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഇംബാലൻസ് ഉണ്ടാവുന്നത്? ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവാം, തൊട്ട് മുകളിൽ കൊടുത്ത പോലെ തന്നെ ഫോൾട്ടി മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൽ തന്നെ സംഭവിക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളിലെ വ്യതിയാനത്തിൽ നിന്നാവാം, വ്യക്തിയിൽ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് കൊണ്ടാവാം, അതുപോലെ തന്നെ ടോക്സിക് സബ്സ്റ്റൻസസ്, ഹെവി മെറ്റൽസ് നമ്മളിലേക്ക് അഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാവാം, പെസ്റ്റിസൈഡിന്റെ ഒരു പ്രസൻസ് ആവാം, ഡ്രഗ് യൂസ് ആവാം. ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഒരു മനുഷ്യനിൽ നെർവ് സെല്ലുകളെ ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ഡാമേജ് വരികയും ഡീജനറേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ നെർവ് സെല്ല് സെക്രീറ്റ് ചെയ്യേണ്ട, ആ നെർവ് സെല്ല് ഉണ്ടാക്കേണ്ട പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും അവിടെ വരാതിരിക്കുകയും ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ അണ്ടർ പ്രൊഡക്ഷൻ, അതല്ലെങ്കിൽ ചിലതിൽ സംഭവിക്കുന്ന ഓവർ പ്രൊഡക്ഷൻ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിലും അയാളുടെ എല്ലാ എൻറ്റയർ ആയുള്ള സൈക്കോളജിക്കൽ ആസ്പെക്ട്സിലേക്ക്, സൈക്കോളജിക്കൽ പ്രോസസ്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേൾക്കുന്ന ഒരുപാട് സൈക്കോളജിക്കൽ ടേംസ്, ഈവൻ സാധാരണ ആളുകൾക്ക് വരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചില വേർഡ്സുകളാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, പാനിക് അറ്റാക്ക്, ദെൻ ഇൻസോംനിയ, ദെൻ സ്കിസോഫ്രീനിയ, ദെൻ ഈറ്റിംഗ് ഡിസോർഡേഴ്സ്, ദെൻ ഒബ്സഷൻസ്. ഇങ്ങനെ പറയപ്പെടുന്ന എല്ലാ സൈക്കോളജിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ്, സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസിന്റെ ഒക്കെ പുറകിൽ ആരാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് പറയാൻ പറ്റും, അവിടെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഇംബാലൻസ് അവിടെ വ്യക്തമായിട്ടും ഉണ്ട്. ഇപ്പൊ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മളെ ബോഡിയിൽ കൂടി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ബോഡിയുടെ അവസ്ഥ, ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററും കുറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ പ്രൊഡക്ഷൻ വരുന്ന സമയത്ത് എന്താ രീതിയിലായിരിക്കും നമ്മുടെ ചിന്തയിൽ വരുന്ന മാറ്റം, ഏതെല്ലാം രീതിയിലായിരിക്കും നമ്മുടെ പ്രവൃത്തിയിൽ വരുന്ന മാറ്റം, ഏതെല്ലാം രീതിയിലായിരിക്കും നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം, ഏതെല്ലാം രീതിയിലായിരിക്കും, ഇങ്ങനെ ഒരു മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട്, ഒരു മനുഷ്യന്റെ സൈക്കോളജിക്കൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷമായ ചില ഫങ്ഷൻസ് ഉണ്ട്. അതിനെ നിങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചിനോട് ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. തുടർന്ന് വരുന്ന 10 സെഷൻസിൽ അസറ്റൈൽ കൊളൈൻ, ഡോപ്പാമൈൻ, ഗ്ലൂട്ടാമൈറ്റ്, ദെൻ സെറോട്ടോണിൻ, ദെൻ ഗാബ, ഇങ്ങനെ പറയപ്പെടുന്ന 10ഓളം, എൻഡോർഫിൻ വരെയുള്ള 10ഓളം ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കാം, ഇതിന് ശേഷം നമ്മൾക്കൊരു 90+ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അവിടെ ഉണ്ട്. 100 ന്യൂറോ ട്രാൻസ്മിറ്ററിൽ 10 ന്യൂറോ ട്രാൻസ്മിറ്ററിനെ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ. ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററും എങ്ങനെ നമ്മളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്നും ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെയും അണ്ടർ ആൻഡ് ഓവർ പ്രൊഡക്ഷൻ നമ്മളിൽ ഏതെല്ലാം തരത്തിലുള്ള സൈക്കോളജിക്കൽ ഇംബാലൻസ്, സൈക്കോളജിക്കൽ പ്രോസസ്സിൽ എങ്ങനെയൊക്കെ അതിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടർന്നുള്ള വെബിനാറുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ എന്താ പറയുക, ഉറപ്പിച്ച് തന്നെ പറയാം. ഇന്നത്തെ ഈ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ എനിക്ക് ആകെ ചെയ്യാനുള്ളത് നിങ്ങളിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുക, നിങ്ങളിൽ കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക, എന്തായിരിക്കും ഇനി നെക്സ്റ്റ് എന്നുള്ളതിനെ കുറിച്ച് കുറച്ചെങ്കിലും നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യുക, ഫർദർ റീഡിങ്സ് നിങ്ങൾ ആരംഭിക്കുക, നിങ്ങളിലെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ വേണ്ടി, ഒരു സയന്റിഫിക് ടെമ്പർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പര്യാപ്തമാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിൽ ഡൗട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഈവൻ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചെങ്കിലും നിങ്ങളിൽ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സെഷനിൽ ഞാൻ വിജയിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏകദേശം 85 പേരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഈവൻ ഒരു സിംഗിൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ
അത് എങ്ങനെയാണ് തീർക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ശരിയായൊരു ധാരണ കിട്ടാൻ വേണ്ടി എനിക്ക് പുറകിൽ 10ഓളം എക്സ്പേർട്സുകൾ വളരെ കൃത്യമായി തയ്യാറെടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിനും നിങ്ങൾ വളരെ പേഷ്യൻ്റ്ലി നിങ്ങൾ ലിസൺ ചെയ്തതിനും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളിലേക്ക് എൻ്റെ കൃത്യമായ കർത്തവ്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഇന്നത്തെ പ്രോഗ്രാമിന് നമ്മൾക്ക് ഒരു Q&A സെഷൻ ഇല്ല എന്ന് ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഓക്കെ അവരിൽ ഓക്കെ ഈ ഒരുപാട് ഡൗട്ടുകൾ അവർക്ക് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിത് ചെയ്യാത്തത്. ഓക്കെ ഓക്കെ സോറി സർ. ഓക്കെ സോ താങ്ക് യു സോ